മാമ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് പറയാനാണ് മാമ. എന്റെ കെട്ടിയവന്റെ കാര്യം ഞാൻ ആലോചിച്ചതാണ്. ഇങ്ങനെ ഒരു കഴകത്തില്ലാത്ത മനുഷ്യൻ. ചക്ക പറഞ്ഞാൽ ചുക്ക് മേടിച്ചോണ്ട് വരും, തേങ്ങ പറഞ്ഞാൽ മാങ്ങ മേടിച്ചോണ്ട് വരും. ഒരു വക നോക്കിക്കണ്ട് മേടിക്കാൻ അറിയാൻ പാടില്ല. ഒരു സെലക്ഷനും ഇല്ലാത്ത ഒരു മനുഷ്യൻ. നീ അങ്ങനെ അവനെ കുറ്റം പറയരുത്. നിന്റെ ഭർത്താവാണവൻ, നിന്നെ കെട്ടിയവനാണവൻ, നിന്റെ കാര്യങ്ങൾ നോക്കുന്നവനാണവൻ. അതിലുപരി അവന്റെ സെലക്ഷനാണ് നീ എന്നും കൂടി ഓർത്തിട്ട് വേണം നീ അവനെ കുറ്റം പറയാൻ. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? ₹400 ഇന്ന് രാവിലെ ഞാൻ എടുത്ത് കൊടുത്താണ് അങ്ങേരുടെ കയ്യില്. ഇച്ചിരി ഇറച്ചി മേടിച്ചോണ്ട് വന്നു പറഞ്ഞു. മേടിച്ചോണ്ടൊന്നില്ലേ? മേടിച്ചോണ്ട് വന്ന് ഇത് അവിടെ നാട്ടിയായിട്ട് കൊണ്ടുപോകാൻ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. ഞാൻ അപ്പുറത്ത് പലരൊക്കെ കൊണ്ടുപോയി തൂക്കി നോക്കി. അപ്പൊ എന്താ 150 രൂപ കുറവ്, 850 ഉള്ളു. അത് മറ്റേ ഇറച്ചി വീട്ടുകാരൻ എന്തെങ്കിലും മറുമായം കാണിച്ചത് കാണും. അയ്യാ, അല്ലാതെ മാമന്റെ അനന്തരക്കാരെ കള്ളത്തരം കാണിച്ചതല്ല. ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, അവൻ ഇറച്ചി മേടിക്കാൻ പോയത് വണ്ടി കാണാൻ നടന്നാണോ പോയത്? ആ ജംഗ്ഷൻ വരെ പോണേ എന്തിനാണ് മാമ വണ്ടി? നടന്നു പോയി. നടന്നല്ലേ പോയത്? നടന്നാ തൂക്കാൻ കുറയും. 68 കിലോനുണ്ടായിരുന്നു ഞാൻ. ഡോക്ടർ അവനോട് പറഞ്ഞു 2 ആഴ്ച നടക്കാൻ. ഞാൻ 2 ആഴ്ച നടന്നു കഴിഞ്ഞപ്പോ 4 കിലോനാണ് പറഞ്ഞത്. ഇതിപ്പോ അവൻ ഇപ്പൊ ഇറച്ചി മേടിക്കാൻ പോയപ്പോ 150 ഗ്രാമല്ലേ കുറഞ്ഞത്. എന്നതാടി ഇത്? വിശ്വസിക്കടി. അവൻ എന്റെ അനന്തരവനാണെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അവൻ നല്ലതേ ചെയ്യൂ. നല്ലതേ അവൻ ഒരു സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പറയണത്. വിശ്വസിച്ചു. ഇതാ ചേട്ടന്റെ അമ്മ. കനകമ്മയുടെ മോളാണ്. കടലമ്മയുടെ മോള ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ മാമ കടലമ്മയല്ല, അപ്പുറത്തെ കനകമ്മയുടെ മോളാണെന്ന്. നമ്മുടെ കനകമ്മ.